गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम्। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। ഭഗവത്ഗീതയിലെ 5-ാം അധ്യായത്തിലെ ക്ലാസ്സുകളും ചർച്ചകളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയം 2 ശ്ലോകങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളതൊരു പ്രഭാഷണം. ഗീത മനുഷ്യരെ 2 തരത്തിൽ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഒന്ന്, ഒരു കുഴിയിൽ വീണവൻ, മറ്റൊന്ന് കുഴിയിൽ വീഴാൻ ഇരിക്കുന്നവൻ. ആ കുഴിക്ക് ഒരു പടവില്ലാത്തത് കൊണ്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ കുഴി എത്തിയോ എത്തിയില്ലയോ എന്നറിയില്ല. ഇതാണ് വീഴാത്തവരുടെ അവസ്ഥ. വീണവരാണെങ്കിലോ ആ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി തുടിക്കുന്നു. അപ്പം അപൂർവം ചില ആളുകൾ വീണിട്ട് എന്ത് ചെയ്യും, ഇടയ്ക്കൊന്ന് കയറി വരും. എന്നാലും ആ നീന്തലിന്റെ ആനന്ദത്തിന് അവർക്കൊരു കുറവുമില്ല. അപ്പൊ ഈ 2 ആളുകളെ നമ്മൾ പല രീതിയിലും നോക്കിക്കാണാൻ സാധിക്കും. ഗീത ഇവരെ ജ്ഞാനി അഥവാ കർമ്മയോഗി ഇങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. ജ്ഞാനി, കർമ്മയോഗി. ഈ 5-ാം അധ്യായം വളരെ പ്രസക്തമായ ഒരു അധ്യായമാണ്. ജ്ഞാനവും കർമ്മവും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്നാൽ ബന്ധിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ ഈ കുഴിയിലേക്ക് വീഴാൻ വേണ്ടി ഇച്ഛിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചില ബന്ധങ്ങൾ ആചാര്യന്മാർ കൽപ്പിച്ചു തന്നതിനെ കൃത്യമായി പറയുന്ന ഭാഗമാണ് ഗീതയിലെ 5-ാം അധ്യായത്തിലെ 10-11 ശ്ലോകങ്ങൾ. സ്വാമിജിയുടെ ഭാഷ ഇവിടെ എത്തിയോ? അതുകൊണ്ട് പ്രശ്നമില്ല. എന്ത് തെറ്റ് പറഞ്ഞാലും അവിടെ തിരുത്തപ്പെടും. ഒരു മനുഷ്യ ജീവിതത്തില് നമുക്ക് ഇന്നോളം കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് കൈവന്നു ചേർന്നിട്ടുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും സ്വീകാര്യമായ, ഏവർക്കും ജാതി, മത, വർണ്ണ, ലിംഗ ഭേദമന്യേ ഏവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു ഹാൻഡ് ബുക്കാണ് വാസ്തവത്തിൽ ഭഗവത്ഗീത. പക്ഷെ പലരും അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഭഗവാൻ ഭാഷ്യകാരൻ ഈ കാര്യത്തെ വളരെ വ്യക്തമായി പറയും. ഗീതയുടെ ആരംഭത്തിൽ സർവവേദാർത്ഥ സാരസംഗ്രഹഭൂതം ഇതം ഗീതാശാസ്ത്രം എന്ന്. സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം ഇതം ഗീതാശാസ്ത്രം. ഈ ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതമാണ്. സാരസംഗ്രഹഭൂതം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കൂട്ടി അതിൽ നിന്നൊക്കെ എടുത്ത്
പാലിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുത്ത് അത് നെയ്യാക്കി സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു പോലെ ഒരു സാര സംഗ്രഹഭൂതമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത സർവലോകോപകാരാർത്ഥം ഇതം ആഹ ഭഗവാൻ വാസുദേവ. സർവലോകോപകാരാർത്ഥം. ഇതൊക്കെ നമുക്കറിയും. പുതിയ ആളുകൾ ആദ്യമായിട്ട് അദ്വൈതാശ്രമത്തിലെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരെന്ന് കൈപൊക്കാമോ? ഞാൻ ആദ്യമായിട്ടാണെന്ന്. വളരെ സന്തോഷം. ഒത്തിരി പേർ പുതിയ ആളുകളാണ്. ഈ അർജുനനും നമ്മളും തമ്മിൽ എന്ത് ബന്ധം? ആ കാര്യത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഈ വിഷയം പറയുന്നത്. അർജുനം നിമിത്തീകൃത്യ, അർജുനനെ നിമിത്തമാക്കിയിട്ട് എല്ലാവർക്കുമായിട്ട് ഗീതയെ ഉപദേശിച്ചു. അപ്പൊ ഗീതയിലെ എല്ലാ ഉപദേശങ്ങളും എല്ലാവർക്കും ഉള്ളതാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഗീതയിലെ എനിക്കുള്ളതുണ്ടാവും, നിങ്ങൾക്കുള്ളതുണ്ടാവും, അർജുനനുള്ളതുണ്ടായിരുന്നു. അതുകൊണ്ട് അർജുനന്റെ വഴി തിരഞ്ഞെടുത്തു. അതാണ് ഈ ഭാരതത്തിന്റെ ഒരു പ്രത്യേകത. ഭാരതീയ ജീവിത ശൈലിയുടെയും നമ്മളുടെ ആചാര്യന്മാരുടെയും ഒക്കെ രീതിശാസ്ത്രം അതാണ്. ഒരു വഴി ഈ വഴി ആണ് നീ പോവേണ്ടതെന്ന് ആരും കൽപ്പിക്കുകയല്ല. അവസാനം ഭഗവത്ഗീതയിൽ പറയുന്നു ഭഗവാൻ, അർജുന ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വിമൃശ്യ ഏതത് അശേഷേണ യഥേച്ഛസി തഥാ കുരു. അപ്പൊ വിമർശ്യ എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള എന്താണെന്നറിയോ? ഭഗവാനോട് തർക്കുത്തരം പറഞ്ഞിട്ട് എന്നാണ് ചിലരുടെ വിചാരം. വിമർശ്യ, വിമർശനം ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ അനലൈസ് ചെയ്തിട്ട് എന്നർത്ഥം. നല്ല പോലെ അതിനെ ഉരച്ചു നോക്കിയിട്ട്. അല്ലാണ്ട് മലയാളത്തിൽ വിമർശിച്ചിട്ട് എന്ന് പറയുന്നതല്ല. സംസ്കൃതത്തിലെ വിമർശനം എന്ന് പറഞ്ഞാൽ അതിനെ നല്ല പോലെ വിചാരം ചെയ്തിട്ട് എന്നാണ്. അദ്വൈത വിമർശനം, അല്ലെങ്കിൽ ഭാഷ്യ വിമർശനം, അല്ലെങ്കിൽ സാഖ്യ വിമർശനം, യോഗ വിമർശനം എന്നൊക്കെ. വിമർശനം എന്ന് പറഞ്ഞാൽ അതിനെ നല്ല പോലെ അനലൈസ് ചെയ്യുക, വിചാരത്തിന് വിധേയമാക്കുക. ഇത് നമ്മളറിഞ്ഞാൽ മതി കേട്ടോ. പുറത്തൊക്കെ നമ്മൾ സാധാരണ ഹിന്ദു ധർമ്മ വിരോധികളോടൊക്കെ മറ്റേത് പറഞ്ഞാൽ മതി. വേണമെങ്കിൽ വിമർശിച്ചോളൂ, ചോദിക്കൂ, തർക്കുത്തരം പറയാൻ ഇവിടെ ചാൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞോളൂ. സത്യത്തിൽ ഭഗവത്ഗീത നമ്മൾ പഠിക്കുന്ന സമയത്ത്, അതിലൂടെ പോകുന്ന സമയത്ത് ഈ അവസാനത്തെ അധ്യായമൊക്കെ എത്തുമ്പോഴേക്കും പിന്നെ ഒന്നും ചോദിക്കാനും ഒന്നുമില്ല. പിന്നെ അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഈ വിമർശനം എന്ന് പറയുന്ന അർജുനന്റെ വാദകോലാഹലങ്ങളും അല്ലെങ്കിൽ മണ്ടത്തരങ്ങളൊക്കെ ആദ്യമേ ഭഗവാൻ പൊളിച്ചടുക്കിയിട്ടുണ്ട് ഇല്ലേ? ഒറ്റ വാക്യം കൊണ്ട് നീ ജ്ഞാനികളെ പോലെ സംസാരിക്കുകയും അല്ലേ, ആലോചിച്ച് നോക്കൂ, മണ്ടന്മാരുടെ പ്രവൃത്തിയും ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, പിന്നൊന്നുമില്ല. ഗതാസൂന ഗതാസൂഞ്ച നാനുശോചന്തി പണ്ഡിത. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവത്ഗീതയില് സത്യസാക്ഷാത്കാരത്തെ സംബന്ധിക്കുന്ന വിഷയമുണ്ട്, അതിലേക്കുള്ള മാർഗത്തെ സംബന്ധിക്കുന്ന വിഷയമുണ്ട്. ഇനി അതല്ല മറ്റു പല കാര്യങ്ങളാണോ ഉള്ളത്, അതും ചിലപ്പോഴൊക്കെ കിട്ടും ഗീതയിൽ, ഇതിൻ്റെ ഇടയിലൂടെ പരതി കഴിഞ്ഞാൽ. അതുകൊണ്ടാണല്ലോ ഗീത ഇന്നത്തെ ഏറ്റവും മികച്ച ഒരു മാനേജ്മെന്റ് തിയറി ഗീതയിലുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ? സത്യത്തിൽ ഭഗവത്ഗീതയെ അനലൈസ് ചെയ്യുമ്പോൾ നല്ലൊരു മനഃശാസ്ത്രം രൂപപ്പെടുന്നു, നല്ലൊരു മാനേജ്മെന്റ് വ്യവഹാരം രൂപപ്പെടുന്നു. അങ്ങനെ ഏതൊക്കെ തരത്തിൽ ഗീതയെ നോക്കാൻ പറ്റും എന്നാലോചിച്ച് നോക്കൂ. വളരെ വലിയ ഒരു ചാൻസ് അവിടെ കിടക്കുകയാണ്. ഇതിനൊക്കെ ചേർത്തിട്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ പറഞ്ഞത് സർവലോകാനുഗ്രഹാർത്ഥം എന്നുള്ളത്. സർവലോകാനുഗ്രഹാർത്ഥം, സർവലോക ഉപകാരാർത്ഥം എന്നൊക്കെ അർത്ഥം പറയാം.
ഇതമാഹ ഭഗവാൻ. അപ്പോഴാണ് ഗീതയിൽ അർജുനന് വേണ്ടി മാത്രമാണോ ഈ ഉപദേശങ്ങളൊക്കെ എന്ന് തോന്നുള്ളൂ. ജ്ഞാനമാണ് പരമം എന്നുപദേശിച്ചിട്ട് ആ പരമമായ ജ്ഞാനത്തിലേക്ക് അല്ലല്ലോ അർജുനൻ ഉയർന്നത്. പിന്നെ ഗീത അർജുനനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരല്ലേ അത്? കുറച്ചൊക്കെ ഗീതയിൽ അർജുനനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ശരി തന്നെ, 100% ശരിയാ. പക്ഷേ മുഴുവൻ അർജുനനെ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഗീതയിലെ ഉദാത്തമായ ആശയങ്ങൾ അർജുനന് ഉൾക്കൊള്ളാൻ പറ്റിയോ ഇല്ലയോ? പറ്റിയിട്ടില്ല. ഒരു രസകരമായ കാര്യമുണ്ട്. ഗീത മതമാണ്. അമ്പത്വാം അനുസന്ധധാമി അല്ലേ? ഭഗവത്ഗീതേ ഭവദ്വേഷിണി. ശരിയാ, ഭവദ്വേഷിണിയായ മാതാവാണ് ഗീത, സംശയമില്ല. ഈ ഗീതാ മാതാവിനെ അനുസന്ധാനം ചെയ്യാൻ ആർക്കാണ് യോഗ്യതയില്ലാത്തത്? എല്ലാവർക്കും യോഗ്യതയുണ്ട്. വൈദികമായ ആഴവും പരപ്പും ഒന്നും നമ്മൾക്ക് ഗ്രാഹ്യമല്ല, ദുർഗ്രാഹ്യമാണ്. അതേസമയം ഗീതയിൽ വളരെ വിശദമായി വൈദിക തത്വജ്ഞാനരഹിതമായ വേദകർമ്മകാണ്ഡത്തെ വിമർശിക്കുന്നു ഭഗവാൻ. നേരത്തെ പറഞ്ഞ സംസ്കൃതത്തിലല്ല, മലയാളത്തിൽ തല്ല. ഈ നമ്മുടെ വിമർശനം എന്ന് പറയുന്നല്ലേ എതിർക്കുന്നു ഭഗവാൻ. വേദവാദരത പാർത്ഥ നാന്യതസ്തീതിവാദിന. അങ്ങനെയുള്ള വേദവാദരതന്മാരൊന്നുണ്ട്. ആരാ? ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നീ മദ്യപിച്ചിട്ടില്ലെങ്കിൽ അവിടെ നിനക്ക് മദ്യം കിട്ടും. അവരങ്ങനെയല്ലേ? നാന്യതസ്തീതി, മറ്റൊന്നില്ല, ഇത് തന്നെ ശരി, ഇതിലപ്പുറം ഒന്നില്ല എന്ന് പറയുന്നവർ. അപ്പൊ നോക്കൂ, ഭഗവാൻ വളരെ കൃത്യമായി 5000 വർഷം മുമ്പ് അന്നത്തെ ഈ പ്രലപനങ്ങളെ വിമർശിച്ചു. ഇന്നും ഇത്തരം മണ്ടത്തരങ്ങളും ബുദ്ധിശൂന്യതയും മാത്രമായി ജീവിക്കുന്നു. അന്നത്തെക്കാളുപരി വേദത്തിലെ സ്വർഗത്തിന് താത്വികമായ അർത്ഥമുണ്ട്. സ്വർഗത്തെക്കുറിച്ച് ചർച്ച വൈദിക ഭാഗത്ത് കർമ്മകാണ്ഡത്തിലുണ്ട്. സ്വർഗം വസ്തുരൂപമാണോ അതോ വൃത്തിരൂപമാണോ എന്നുള്ള ചർച്ചകളുണ്ട്. ഭാട്ട മീമ പക്ഷവും ഒക്കെ വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ അനലൈസ് ചെയ്യുന്നു. മീമാംസയിൽ സ്വപ്ന സമാനമായ സ്വർഗം വൃത്തിരൂപമാണെന്നൊരു പക്ഷം പറയുന്നു, വസ്തു സമാനമല്ല സ്വർഗം എന്ന് പറയുന്നു. അവിടെയും ചർച്ചയ്ക്കുള്ള ഇടം നൽകുന്നു. അത്തരത്തില് ഉള്ള ഒരു സ്പേസ് അവിടെ കിടക്കുന്നു ഭാരതത്തിൽ. ചർച്ചയ്ക്കും വിശദീകരണത്തിനും എല്ലാം വേണ്ടിയിട്ടുള്ള സ്പേസ് കിടക്കുക. പക്ഷേ ഈ ഉത്തരാധുനിക ലോകത്ത് പോലും തങ്ങളുടേത് മാത്രം ശരി എന്ന് പറഞ്ഞ് തങ്ങളുടെ ഗ്രന്ഥത്തിന്റെ വിശദീകരണം നൽകിക്കൊണ്ട് ഗ്രന്ഥത്തിന് വേണ്ടിയിട്ട് ആളെ കൊല്ലാനും സ്വർഗത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താനും ഒക്കെ ശ്രമിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇല്ലേ? പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമുള്ള 1ാം പേജിൽ തന്നെ ഉള്ള പുസ്തകമാണ് ലോകത്തിലെ ഏറ്റവും പ്രചരിച്ച പുസ്തകം. അതേതാ? ദൈവം 1ാം ദിവസം സൃഷ്ടിച്ചു, 2ാം ദിവസം സൃഷ്ടിച്ചു, 3ാം ദിവസം സൃഷ്ടിച്ചു. ദിവസം ഉണ്ടാവണമെങ്കിൽ സൂര്യൻ പോട്ടെ, ഭൂമിയെങ്കിലും വേണ്ടേ? ആലോചിച്ച് നോക്കൂ. ആ പുസ്തകമാണ് ലോകത്തിൽ ഏറ്റവും പ്രചരിച്ചത്. യുക്തിയുക്തമായിട്ട് അനലൈസ് ചെയ്യുന്ന, മനുഷ്യന്റെ ബുദ്ധിക്ക് സമാധാനം അങ്ങേയറ്റം നൽകാൻ സാധിക്കുന്ന ഭാരതീയ ദർശനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല, അത് പ്രചരിക്കപ്പെടുന്നില്ല. പ്രചരിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ബോധ്യം വേണ്ട അല്ലേ? നമ്മളിപ്പോഴും അർജുനന്മാരാ. അർജുനന്റെ അടക്കം കാര്യം മനസ്സിലാക്കി സ്വധർമ്മേ നിധനം ശ്രേയ എന്ന് അർജുനൻ തിരിച്ചറിഞ്ഞു, അർജുനന്റെ ഡ്യൂട്ടി ചെയ്തു. ഇത്ര തന്നെ. നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് സ്വധർമ്മം എന്താണോ അത് തിരിച്ചറിയാൻ കഴിയുന്ന, അതിനെനിക്ക് സാധിക്കുന്ന ഒരിടം ഗീതയിലുണ്ട്. മനുഷ്യന് തത്വജ്ഞാനം അവിടെ നിൽക്കട്ടെ, സ്വധർമ്മം തിരിച്ചറിഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം അല്ലേ? മനുഷ്യന്റെ ദുഃഖത്തിന്റെ കാരണം എന്താ? താത്വികമായി പറഞ്ഞാൽ എന്ത്?
സത്യം അറിയാത്തത് കൊണ്ടാണ് ദുഃഖം നിലനിൽക്കുന്നത്. ആത്യന്തികമായ ദുഃഖനിവൃത്തി സത്യസാക്ഷാത്കാരത്തിലേ ഉണ്ടാവൂ, സംശയമില്ല. ഇനി വ്യാവഹാരികമായ ദുഃഖം ഉണ്ടാവുന്ന അവസ്ഥ ഇതാണ്: ഇത് ചെയ്യുന്നത്, ഇത് ചെയ്തു പോകുന്നത്, ഇത് ചെയ്യുന്നത്, ചെയ്യേണ്ടത്, ഇത് ചെയ്യേണ്ടത്, ഇത് ചെയ്യുന്നത്. ഇപ്പൊ ദുഃഖമുണ്ടോ? ഇപ്പോഴോ? 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 ആ, മനസ്സിലായില്ലല്ലോ? ഒന്നുകൂടി മനസ്സിലാക്കി തരാം. ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഈ പോയിന്റ് ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ ചെയ്തു പോകുന്നത്, കേട്ടോ. ഇത് ചെയ്യേണ്ടത്, ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഇത് തമ്മിലുള്ള അകലില്ലേ? ഇതിനാണ് ദുഃഖം എന്ന് പറയുന്നത്. ഇപ്പോഴോ? ഇപ്പൊ കുറഞ്ഞില്ലേ? ഇപ്പോഴോ? ഇപ്പോഴോ? ഇത്രയേ ഉള്ളൂ. അപ്പോ ഇത് ചെയ്യുന്നത്, ഇത് ചെയ്യേണ്ടതും ചെയ്യുന്നതും ഒന്നായി. ഇപ്പോഴോ? ഇപ്പൊ കുറച്ച് അല്ലേ? ഇപ്പോഴോ? ഇപ്പോഴോ? അപ്പൊ ഇങ്ങനെ ആർക്കാ സാധിക്കുക? ആർക്കും സാധിക്കില്ല. ഇങ്ങനെയെങ്കിലും സാധിക്കൂലേ? ചെറിയൊരു അതൊക്കെ നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? ഇത്ര അകലം കൂടാൻ പറ്റില്ല. അപ്പൊ ഇത്ര. അപ്പൊ ചിന്തിച്ചു നോക്കൂ, അർജുനന് തന്നെ സംഭവം. ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? അത് പറഞ്ഞു തരൂ അല്ലേ? നീ പോയി യുദ്ധം ചെയ്യുന്ന എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും മനസ്സിലാവില്ല. അപ്പൊ പറഞ്ഞു ഭഗവാൻ എന്തെന്ന്? നീ ഇങ്ങനെ ചെയ്യ്. മയവേദ നിഹത പൂർവ്വ. ഇവരൊക്കെ എന്നാൽ മുമ്പേ കൊല്ലപ്പെട്ടിടോ. നീ അവിടെ നിന്നാ മതി. നീ ആ വാളെടുത്ത് നിൽക്കല്ല, അമ്പുമില്ലോത്തും എടുത്ത് നിൽക്ക്. ആക്ച്വലി എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇറ്റ് ഹാസ് ഡൺ. ഇത് കഴിഞ്ഞു. ഞാൻ അവരെയൊക്കെ തീർത്തിട്ടുണ്ടെന്ന്. നീ അവിടെ നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ. പക്ഷെ നമുക്ക് തീരുമാനമായിട്ടില്ല ഇതുവരെ. ശരി, എന്തായാലും ഈ വിഷയത്തില് ഈ കർമ്മത്തിന്റെ ജ്ഞാനവുമായുള്ള സംബന്ധം കർമ്മയോഗമാണ്. എന്താണ്? കർമ്മത്തിന്റെ ജ്ഞാനവുമായ സംബന്ധം കർമ്മയോഗമാണ്. ഇതിനെ ഏറ്റവും സമർത്ഥമായിട്ടാണ് ഭഗവാൻ വിശദീകരിക്കുന്നത് ഗീതയിൽ. ഭഗവാൻ ഭാഷ്യകാരൻ വളരെ വ്യക്തമായി വൈദിക സിദ്ധാന്തത്തെ അവതരിപ്പിക്കുന്നു. ഈശാവാസ്യ ഉപനിഷത്തിന്റെ ആമുഖത്തിൽ അല്ലെങ്കിൽ ആരംഭത്തിൽ ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്ത് തേന തെക്തേന ഭുഞ്ചിധാഹ മാ ഗൃധ കസ്യ സിദ്ധനം എന്ന മന്ത്രം നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ഇവിടെ ആദ്യമായിട്ട് വന്ന ആളുകൾക്കും അറിയാമല്ലോ ഇത്. രണ്ടാമത്തെ ഒരു മന്ത്രമുണ്ട്, അതെത്ര പേർക്കറിയാം? ഇനിയിപ്പോ കണ്ടോ, മതി. കുറുവന്നേവേഹ കർമാണി ജിജീവിഷേത് ശതം സമാഹ ഏവം ത്വയി നാന്യത്തെ തോസ്ഥി ന കർമ്മ ലിപ്യത്തെ നരേ. എന്നിട്ട് ഭഗവാൻ ഭാഷ്യകാരൻ പറയുകയാണ്, ഈ പ്രഥമമായ വേദാർത്ഥം ഉണ്ടല്ലോ, ഈശാവാസ്യമിതം സർവം എന്നുള്ളത്, ഇത് സർവസംഗ പരിത്യാഗിനാം സന്യാസിനാം പരമഹംസ പരിവ്രാജകാനാം കൃതേ. നമ്മളോ ഈശാവാസ്യമിതം സർവം, ഈശാവാസ്യമിതം സർവം തിരിച്ചും മറിച്ചും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. രണ്ടാമത്തേതോ ദ്വിതീയ വേദാർത്ഥ കർമ്മിണാം, കർമ്മികൾക്ക് എന്ത് അല്ലേ? അത് നമ്മൾക്ക് അറിയ പോലുമില്ല. കുറുവന്നെ വേഹ കർമാണി ജീവിഷേത്, 100 വർഷം കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു ടെൻഷനാ. ഈ കർമ്മത്തിന് നമ്മളെ ബന്ധിപ്പിക്കാൻ എന്തെങ്കിലും ഒരു ശക്തി ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? ഇല്ലല്ലോ. ഉണ്ട്. കർമ്മത്തിന് നമ്മളെ ബന്ധിപ്പിക്കാൻ ശക്തി ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. നമോ നമ. ഉണ്ട്. കർമ്മത്തിന് നമ്മളെ ബന്ധിപ്പിക്കാൻ ശക്തിയുണ്ടോ? നമ്മൾക്ക് കർമ്മത്തിനെ നമ്മൾക്കുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല.
കർമ്മ കർമ്മത്തിന് നമ്മളെ ബന്ധിപ്പിക്കാൻ ശക്തി ഇല്ല എന്നാണോ, ശക്തി ഉണ്ട് എന്നാണോ അപ്പൊ മനസ്സിലാക്കേണ്ടത്? ഇല്ല. കർമ്മ തജ്ജഡം, കർമ്മ തജ്ജഡം. കർമ്മം കൊണ്ട് ബന്ധിതരാണോ, അതോ കർമ്മം നമ്മളെ ബന്ധിക്കുകയാണോ, അല്ല കർമ്മത്തിനെ നമ്മൾ ബന്ധിക്കുക? അപ്പൊ കർമ്മത്തിനെ നമ്മൾ പിടിച്ചിരിക്കുക, അപ്പൊ കർമ്മം ചെയ്യാൻ പാടില്ല, കർമ്മത്തിന് വിടണം. ആ, വെരി ഗുഡ്, അതും കൊള്ളാം. കർമ്മത്തിന് വിടണം. ആ, ഹിന്ദു സമാജം കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു സമസ്യ ഇതാണ്. ജ്ഞാനകർമ്മങ്ങളുടെ വിഭാജനം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഭാഷ്യകാരന്റെ ഈശാവാസ്യോപനിഷത്തിന്റെ ഭാഷ്യവും ഭഗവത്ഗീതയുടെ കർമ്മയോഗവും സാമാന്യ ജനങ്ങൾ പഠിച്ചിരിക്കണം എന്ന് പറയുന്നു. കർമ്മത്തിന് നമ്മളെ ബന്ധിക്കാൻ ശക്തിയില്ല. നമ്മളുടെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, ഇതാണ് കർമ്മം നമ്മളെ ബന്ധിക്കുന്നത്, അല്ലെങ്കിൽ ബന്ധിക്കുന്നു എന്ന് തോന്നുന്നത്. നമ്മളുടെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, വിഷയങ്ങളിലുള്ള ക്ലാരിറ്റി ഇല്ലായ്മ. ശരിയല്ലേ? ആ, അതുകൊണ്ടാണ് പറയുന്നത് ഈ ദ്വിതീയ വേദാർത്ഥത്തിന്റെ വ്യാഖ്യാനം വാസ്തവത്തിൽ ഗീതയിലാണ് നമുക്ക് ലഭിക്കുന്നത്, മറ്റു ശാസ്ത്രങ്ങളിലല്ല. ഏത്? കുറുവന്നേവേഹ കർമാണി, 100 വർഷം കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കൂ. ഏവം തൊയ്, ഇങ്ങനെയുള്ള നിന്നിൽ ന കർമ്മ ലിപ്യതേ, കർമ്മം ലേപനം ചെയ്യപ്പെടുന്നില്ല. എങ്ങനെയുള്ള 100 വർഷം കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കോ? അവിടെയാണ് ഈ കർമ്മത്തെ കർമ്മയോഗമാക്കി മാറ്റുന്നവനിൽ ഏവം ത്വയി കർമ്മയോഗാനുഷ്ഠായിനി ത്വയി, കർമ്മയോഗം ചെയ്യുന്ന നിന്നിൽ കർമ്മബന്ധനം ഉണ്ടാവുന്നില്ല. ശരി, 4:30 വരെയല്ലേ? 4:30 വരെയല്ലേ? അല്ല, വേഗം അവസാനിപ്പിച്ചിട്ടേ തലം അല്ലെ മുക്കാല. അപ്പം ഇങ്ങനെയുള്ള കർമ്മം ബന്ധിക്കുന്നില്ല. അങ്ങനെ ഭഗവത്ഗീതയിലെ 5-ാം അധ്യായത്തില് ജ്ഞാനിയുടെ സ്വച്ഛന്തമായ സ്ഥിതിയെ പറയുന്നു. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃണ്ണൻ ഉന്നിമിഷൻ നിമിഷന്നപി. ഇത് കഴിഞ്ഞിട്ടുണ്ടാവും. അതെ, ഇങ്ങനെയൊക്കെ ആയാലും, എങ്ങനെയൊക്കെയാണോ നിങ്ങൾ പഠിച്ചത് അങ്ങനെയൊക്കെ കേട്ടോ, അങ്ങനെയൊക്കെ ആണെങ്കിലും അയാളുടെ സ്ഥിതി എന്താണ്? ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇത് ധാരയൻ. ഇന്ദ്രിയങ്ങൾ അതിൻ്റെ ജോലി ചെയ്യുന്നു. ഇത് മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും ഇന്ദ്രിയങ്ങൾ അതിന്റെ ജോലിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കിയവന്റെ ഇന്ദ്രിയങ്ങൾ അതിന്റെ ജോലി ചെയ്യുന്നു, മനസ്സിലാക്കാത്തവന്റെ ഇന്ദ്രിയങ്ങൾ അതിന്റെ ജോലി ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടോ? ഇല്ല. ഇത് മനസ്സിലാക്കിയ ആളുകളുടെ ഇന്ദ്രിയങ്ങളും അതിന്റെ ജോലി ചെയ്യുന്നു, മനസ്സിലാക്കാത്ത ആളുകളുടെ ഇന്ദ്രിയങ്ങൾ അതിന്റെ ജോലി ചെയ്യുന്നില്ല എന്നാ. പിന്നെന്തിനാ പ്രശ്നം? അല്ല, നമ്മളൊക്കെ മനസ്സിലാക്കാത്ത ആളുകളാണ്, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ അതിന്റെ ജോലിയല്ലേ ചെയ്യുന്നത്? ഇല്ല. അതെ, അപ്പൊ മനസ്സിലാക്കിയ ആളുകളുടെ ഇന്ദ്രിയങ്ങൾ അതിന്റെ ജോലി ചെയ്യുന്നു, അയാൾക്കത് അറിഞ്ഞു ആസ്വദിക്കുന്നു. നമ്മൾ വീണ്ടും വിചാരിക്കുന്നു ഇന്ദ്രിയങ്ങളല്ല ജോലി ചെയ്യുന്നു, ഞാൻ ജോലി ചെയ്യുന്നു. വീണ്ടും നമ്മൾ എന്തൊക്കെയോ വിചാരിക്കുന്നു. എന്താ വിചാരിക്കുന്ന അറിയില്ല. അപ്പൊ ചെറിയൊരു മനസ്സിലാക്കലിന്റെ കുഴപ്പമല്ലേ ഉള്ളൂ. ഇതിനെങ്ങനെ ബേജാറാവുന്നു? അതോ
അല്ല, ഇതിപ്പോ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? ഭഗവാൻ ഗീതയിൽ പറയുന്നു, ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇത് ധാരയൻ. അതുകൊണ്ട് ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തെ എന്നങ്ങ് മനസ്സിലാക്കിയ പോലെ വേറെന്താ മനസ്സിലാക്കേണ്ടത്? ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മള് ഈ മനസ്സിലാക്കുന്നതിനോട് നീതി പുലർത്തുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ്. ഭഗവാൻ പരമാവധി നീതി പുലർത്തി, പറയാനുള്ളത് പറഞ്ഞു, പുസ്തകം പൂട്ടി വെച്ചു, അല്ലെങ്കിൽ ഉപദേശം നിർത്തി. നമ്മൾ ഓരോരുത്തരും ഭഗവാൻ പറഞ്ഞ വാക്കിനോടും വാചകത്തോടും നീതി പുലർത്തുന്നുണ്ടോ? നീതി പുലർത്തുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ്. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നവരല്ല കേട്ടോ പറയണം, നമ്മൾ ഓൾറെഡി നീതി പുലർത്തി കഴിഞ്ഞല്ലോ. ഇത് പൊതുവെ വീണ്ടും നമ്മൾ അതിനെ ഇങ്ങനെയാണാവോ അങ്ങനെയാണാവോ അല്ലേ, സംശയാത്മാ, കുഴപ്പമില്ല, കൊള്ളാം. അപ്പൊ പറയണു, അങ്ങനെയുള്ള ആള് കഴിഞ്ഞ് അടുത്തത് പറയുന്നു അതത്വവിത്, തത്വജ്ഞാനി അല്ലാത്ത തത്വജ്ഞാനിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും പറയും. ഇത് ഒത്തിരി സ്ഥലങ്ങളിലുണ്ട് കേട്ടോ ഗീതയിൽ, ഇങ്ങനെ വീണ്ടും വീണ്ടും പുത്രവത്ത് മാതൃവത്ത്, പുത്രന്മാരോട് അമ്മ പറയും പോലെ ഒത്തിരി സ്ഥലത്ത് ഭാഷ്യകാരന്റെ ഭാഷയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, വീണ്ടും വീണ്ടും ചേർത്ത് പിടിക്കുക. ഏറ്റവും ഭഗവാൻ പറയുന്നു അഭിജേത് സുദുരാചാര. അതിനേക്കാളും വലിയൊരു വാക്യം എന്താണ് ലോകത്തിൽ? എവിടെയാണ് അങ്ങനെയുള്ളൊരു വാക്യമുള്ളത്? ഭക്തിയോടുകൂടി അല്ലാതെ, സമർപ്പണത്തോട്, ഹൃദയം അലിഞ്ഞുകൊണ്ടല്ലാതെ ആ വാക്യത്തെ എങ്ങനെ നമുക്ക് കാണാൻ കഴിയാന്ന് ആലോചിച്ചു നോക്കൂ. മാതേവ രക്ഷതി, മാതാ ഇവ രക്ഷതി. അപ്പൊ പറയണു, അങ്ങനെയുള്ള അതത്വവിത്, ആ വിഷയമാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഒരു കൺക്ലൂഷൻ ഉണ്ടാവണം. ബ്രഹ്മണ്യാധായ കർമാണി സംഗം തെക്വാ കരോതി യഃ ലിപ്യതേന സ പാപേന പദ്മപത്രമിവാംഭസാ. ബ്രഹ്മണ്യാധായ കർമാണി സംഗം തെക്വാ ധനം കരോതി യഃ ലിപ്യതേന സ പാപേന പദ്മപത്രമിവാംഭസാ. യഹ, യാതൊരാളാണോ, കർമാണി, കർമ്മങ്ങളെ, ബ്രഹ്മണി ആധായ, ബ്രഹ്മത്തിൽ നിക്ഷിപ്യ, സമർപ്പിച്ചിട്ട്, സംഘം തെക്വാച്ച, സംഘം ത്യജിച്ചിട്ട്. യാതൊരാളാണോ കർമ്മങ്ങളെ ബ്രഹ്മത്തിൽ സമർപ്പിച്ച് സ്വയം സംഘം ത്യജിച്ചു, അല്ലേ? ചെയ്യുന്നത് കരോതി. എങ്ങനെയാണ്? ഇപ്പൊ ഒരു ബസ്സിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാലേ ഈ ബാഗൊന്നും അവിടെ വെക്കാലോ, അല്ലേ? പിന്നെ നോക്കി പിടിച്ചോണ്ടിരിക്കട്ടെ കാര്യം കേട്ടോ. സ്ഥലമുണ്ട്, ഇനിയിപ്പോ സ്ഥലം ഇല്ലെങ്കിലും അവിടെ വീണോളൂ, അതിന്റെ താഴേക്ക് പോകില്ല അത്. നമ്മള് വെക്കൂലല്ലോ, കാരണം എന്റെ ബാഗ് ഞാൻ എടുത്തോളാം. എടുത്തോളൂ, എടുക്ക്. നോക്കൂ, അധ്യാത്മ ശാസ്ത്രങ്ങളില് ഈ പറയുന്ന നമ്മളുടെ ഏറ്റവും വലിയ ശത്രു വേറെ ആരുമല്ല, അഹങ്കാരമാണ്. വേറെ ഒന്നുമല്ല, അഹങ്കാരം മാത്രമാണ്. ഓരോ നിമിഷവും നമുക്കത് മനസ്സിലാവും. ഓരോ നിമിഷവും നമ്മളുടെ വാക്കും പ്രവൃത്തിയൊക്കെ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് ഞാനൊക്കെ വിചാരിച്ചത് കംസന്റെ ഒരു സ്വഭാവം. എന്ത്? രാവണനും കംസനൊക്കെയാണ് ലോകത്തിലെ അഹങ്കാരികൾ. കഥകളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ അഹങ്കാരി എന്ന് പറഞ്ഞാല് രാക്ഷസ സ്വഭാവം മാത്രമാണെന്ന്. ഒന്നുമല്ല, അതൊന്നും അതൊക്കെ എന്തോ നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും,
ഞാനല്ലാത്തതിൽ ഞാനെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ എൻ്റേതല്ലാത്ത പ്രവൃത്തികളിൽ ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് വിചാരിക്കുന്നു, ഞാനല്ലാത്തതിൽ ഞാനെന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടും ചേർത്തിട്ടുള്ള ഒരു മിശ്രിതമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഇതൊരു ബലൂണ് പോലെയാണ്. ഏത് ബലൂണ്? പണ്ടത്തെ ഒരു ബോംബെ ബലൂണൊക്കെ കണ്ടിട്ടില്ലേ? ചെറുതല്ല. ഊതിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം എന്ത് മറയും? മുഖം തന്നെയും മറയും അല്ലേ? ഈ ബലൂൺ ഊതി വീർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ മുഖം പോലും കാണാതെയാവും. അതേ സാധനം ഒരു സൂചി എടുത്ത് ഒരു കുത്ത് കുത്തിയാൽ പൊട്ടിപ്പോവുകയും ചെയ്യും. പിന്നെ കുട്ടികൾ കരയും പോലെ നമ്മൾ കരയും. അപ്പോൾ വേറെ ബലൂൺ തരും നമുക്ക്. മനസ്സിലായില്ല? അത് തന്നെയാ. അപ്പൊ അഹങ്കാരം ഏറ്റവും ചെറിയ അഹങ്കാരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഒരിക്കലും ഒരാളിൽ നിന്നും പോവില്ല. ജ്ഞാനി പോലും ലേശാഹങ്കാരം കൊണ്ടാണ് ലോകസംഗ്രഹം ചെയ്യുന്നത്. ശാസ്ത്രത്തിൽ അതിനെ ലേശാഹങ്കാരം എന്ന് പറയും. മലയാളത്തിൽ പറഞ്ഞ അഹങ്കാര ലേശം. പക്ഷേ ഈ വീർപ്പിക്കാൻ നിൽക്കൂല. ബാക്കിയുള്ളവരെന്ത് ചെയ്യും? അത് തന്നെ. വീർപ്പിക്കാത്തതുകൊണ്ട് പൊട്ടത്തുമില്ല. അത് തൂങ്ങിക്കിടന്ന് ഇങ്ങനെ അതിങ്ങനെ ആട്ടി കളിക്കുമ്പോൾ രസം. നമ്മളോ ഇത് വീർപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് തന്നെ. ശരി, ഓക്കെ. നോക്കൂ, ഈ തരത്തിൽ ഈ ഒരു ബ്രഹ്മണി ആദായ കർമാണി സംഘം തെക്വാ കരോതി യഹ എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. ആരാണോ കർമ്മങ്ങൾ, ഏത് കർമ്മങ്ങൾ? ഏത് കർമ്മം? സർവകർമാണി അല്ലെ? സർവകർമ്മം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ കർമ്മങ്ങളും ഞാനിതാണ്. എല്ലാ കർമ്മവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ബ്രഹ്മണ്യാദായ കരോമി കരിഷ്യാമി. എല്ലാ കർമ്മവും ഞാൻ ഏറ്റെടുക്കുവാണ്. എന്നിട്ട് എല്ലാത്തിനും ഞാൻ ബ്രഹ്മണ്യാദായ ചെയ്യാൻ പോവാണ്. എങ്ങനെ ഉണ്ടാവും? അതാണോ പറഞ്ഞത്? സർവകർമാണി എന്ന് പറഞ്ഞ ഏത് കർമ്മം? നിയതം കുരു കർമ്മത്വം. നിന്നിൽ നിക്ഷിപ്തമായ കർമ്മമല്ലേ, ആ കർമ്മത്തെ നീ ഭഗവാനിൽ നിക്ഷേപിക്കൂ. എന്ത്? നിന്നിൽ നിക്ഷിപ്തമായ കർമ്മത്തെ നീ എന്ത് ചെയ്യണം? ബ്രഹ്മത്തിൽ നിക്ഷേപിക്കൂ. ബ്രഹ്മണ്യാദായ, ബ്രഹ്മത്തിൽ വെക്കൂ. അപ്പൊ എന്താ ഈ ബ്രഹ്മം? ഇതൊക്കെ അറിയെങ്കിൽ സ്വാമി ഞങ്ങൾ ഇങ്ങോട്ട് വരൂ. ഇത് നിങ്ങളെ പോലത്തെ ആൾക്കാർ പറഞ്ഞു തരണ്ടേ? ഇനി അതൊന്നും അറിയില്ലെങ്കിലും ഭാരതീയ ശാസ്ത്രങ്ങളില് എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി. എവിടെ? നമ്മളെടുത്ത് നിങ്ങളങ്ങ് ഈ തലയിൽ വെക്കുന്നതിന് പകരം ഒന്നങ്ങോട്ട് ഇറക്കി എവിടെയെങ്കിലും വെക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണല്ലോ പറയുന്നത്, ഇല്ലേ? ഇങ്ങനെ ഇന്നിപ്പോ അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്, ഇല്ലേ? നമ്മളൊക്കെ പഠിച്ചത് ഗുരുശിഷ്യ ബന്ധം എന്നല്ലേ, അല്ലെങ്കിൽ മാതൃപുത്ര ബന്ധം എന്നല്ലേ നമ്മൾ പഠിച്ചത്. അതൊക്കെയാ പറയാ, അല്ലേ? ഇപ്പൊ കുട്ടികളോട് ചോദിച്ചു നോക്കൂ, ഏറ്റവും വലിയ ഷിപ്പ് ഏതാ? ഫ്രണ്ട്ഷിപ്പ്. ഓൾ ഷിപ്സ് ആർ ഗോയിങ് ഓൺ ദി വാട്ടർ. എല്ലാ ഷിപ്സും, എല്ലാ കപ്പലും പോകുന്ന വെള്ളത്തിന്റെ മുകളിലാ. അല്ലേ? ഓൾ ഷിപ്സ് ആർ ഗോയിങ്. ശ്രദ്ധിച്ച അവരാണ് കൊള്ളാം. ശരി, എന്തായാലും ശാസ്ത്രം നമ്മളോട് പറയുന്നതൊന്നുമല്ല. അപ്പൊ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യൂ, ഫ്രണ്ട്ഷിപ്പാണ് ലോകത്തിലെ ഏറ്റവും വലുതെന്നെങ്കിൽ അവിടെ ഇറക്കി വയ്ക്കൂ, അവന് വേണ്ടി ചെയ്യൂ. പകുതി ഭാരം കുറഞ്ഞില്ലേ? അല്ല, കുട്ടികളോട് പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞോട്ടെ. നിങ്ങൾ എങ്ങനെയാണോ വിശ്വസിക്കുന്നത് അങ്ങനെ. എനിക്ക് വേണ്ടി ചെയ്യണു എന്ന് മാറ്റി വെച്ച് എന്റെ സുഹൃത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോ നമുക്ക് അത്ര ഭാരമില്ല. ഉണ്ടോ? ഇവിടെ ഈ വഴിയിലൂടെ നമ്മള് കുട്ടിയമ്മ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കാർത്തികേയനമ്മ. അവര് ഈ അമ്പലത്തിലേക്ക് 3 നാളികേരവും പിടിച്ചു പോവുക. കേൾക്കുന്നുണ്ടോ? പിടിച്ചു പോകുന്ന സമയത്ത് ഒരു കവറിൽ 3-4 നാളികേരം, നല്ല വലുതാണ്, മുട്ടിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തില്. അപ്പൊ വേണു ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. നടന്നു വരുമ്പോ എങ്ങടാ അമ്മ പോകുന്നതെന്ന് ചോദിച്ചു. ഞാനിത് അവിടെ അമ്പലം വരെയാണ്, ഞാൻ പിടിക്കാം. ഓ വേണ്ട, ഞാൻ പിടിച്ചോളാം. അല്ല, ഇവനിങ്ങോട്ട് വാങ്ങി. അപ്പൊ എന്നിട്ട് പിടിച്ച് ഈ കാർത്തികേയനി അമ്മയായിട്ട് കൂടെ നടന്നു പോവുക. അപ്പൊ ഒരു സന്തോഷം, അല്ലേ? കുറച്ചങ്ങോട്ട് ചെന്ന സമയത്ത്
ആ അനൂപുണ്ട് ഓട്ടോറിക്ഷയിൽ വരുന്നു. എന്ത് ഓട്ടോറിക്ഷ ഇങ്ങോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ചോദിച്ചു, എങ്ങടാ കാർത്തികേയമ്മ? അമ്പലത്തേക്ക് അന്ത കയറിക്കോളൂ കേട്ടോന്ന് പറഞ്ഞു. ഇതാ കയറിക്കോളൂ എന്ന് പറഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തു? അതിലേക്ക് കയറി. ഈ നാളികേരാരുടെ കയ്യിലായി? നാളികേരം വേണുവിന്റെ കയ്യിലായി. അപ്പൊ ഇതിന് ഇതുവരെ ഇല്ലാത്തൊരു ഭാരം ഈ നാളികേരത്തിന്. ഇതെന്ത് സംഭവിച്ചത്? ആദ്യമുള്ള ഭാരം തന്നെയല്ലേ ഉള്ളൂ നാളികേരത്തിന്. ഇതുപോലെയാണ് നമ്മളുടെ എല്ലാ കളി. അതുകൊണ്ട് നമ്മള് അവിടെ ഇറക്കി വയ്ക്കൂ. ഫ്രണ്ട്സ് ആണെങ്കിൽ ഏറ്റവും നിങ്ങളവിടെ പരമെന്ന് വിചാരിക്കണം. അവിടെ ഫ്രണ്ട്ഷിപ്പ് അല്ലേ പരമം അല്ലേ? അവിടെ ഇറക്കി വെച്ചോളൂ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പരമാണല്ലോ അല്ലേ? ബ്രഹ്മമാണല്ലോ പരമം. ഇനി ബ്രഹ്മം എന്താന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട. ഈശ്വരനായിക്കോട്ടെ എന്നാല് അല്ലേ? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അനന്തമജ്ഞാതം അവർണ്ണനീയം സത്യവാ. നമുക്കറിയില്ല എവിടെ ഇറക്കി വയ്ക്കാനാ. നിങ്ങൾ ഏതൊരു സ്ഥലം പറഞ്ഞ എന്നാ ഈശ്വരനായിക്കോട്ടെ ഇറക്കി വയ്ക്കൂ. ഈശ്വരനെ മനസ്സിലാവണല്ലേ? ഇഷ്ടദേവത വിഷ്ണു, ശിവൻ, ബ്രഹ്മ, അങ്ങനെ ദേവി അവിടെ ഇറക്കി വയ്ക്കൂ. ബ്രഹ്മവത്, ബ്രഹ്മത്തെ പോലെ. ഇനി അതുമല്ലയോ ഗുരു അല്ലേ? അപ്പോ ബ്രഹ്മത്തിലാവട്ടെ, ഈശ്വരനിലാവട്ടെ, ദേവതയിലാവട്ടെ, ഗുരുവിലാവട്ടെ, നമ്മളുടെ കർമ്മങ്ങളെ ആദായ നിക്ഷിപ്യ. എന്നിട്ട് പറയണു ന കർമ്മ ലിപ്യതേ നരയെന്ന് ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞില്ലേ? ലിപ്യതേന ലേപനം ചെയ്യപ്പെടുന്നില്ല. സ പാപേന പാപേന പത്മപത്രമിവാംഭസ. പത്മപത്രം എന്താണ്? പത്രം താമരയിൽ അല്ലേ? ഒരു താമരാക്ഷൻ പറഞ്ഞിട്ട് ആളോടൊപ്പം ജോലിക്ക് വന്നിരുന്നു ആശ്രമത്തിൽ. അപ്പൊ എല്ലാ ദിവസവും അവർക്ക് 700 രൂപ 800 രൂപ കൂലി ഉള്ളു. അപ്പൊ എല്ലാവരും കൂടെ പണിയെടുക്കുന്ന സമയത്ത് പറയാ, സ്വാമിജി വെറുതെ പൈസ വാങ്ങിക്കൊണ്ടുപോയിട്ടേ അവിടെ വെള്ളമടിക്കും. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒക്കെ വെള്ളത്തിലാണ് എന്ന് പറഞ്ഞു. എല്ലാം പൈസ അങ്ങനെ ചെലവാക്കാണ് വെള്ളമടിച്ചിട്ട്. അപ്പൊ ഞാനൊരു തമാശ പറഞ്ഞു, ഇയാൾ ആരാന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. എന്താളുടെ പേര്? താമരാക്ഷൻ. താമര എവിടെയാ? വെള്ളത്തിൽ. എന്നിട്ട് താമരയ്ക്ക് വല്ലതും പറ്റുന്നുണ്ടോ? ചളിയിലും വെള്ളത്തിലുള്ള താമരയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? പത്മപത്രമിവ അംഭസ. താമരയുടെ ഇല കണ്ടില്ലേ? മനസ്സിലായില്ല? ഇയാളെ വെറുതെ കുറ്റം പറയണ്ട, നിങ്ങളെ ഓരോരുത്തരും വെറുതെ അയാൾ പണിയെടുക്കാൻ എടുത്തോട്ടെ പറഞ്ഞു. അപ്പൊ പറയാൻ മറ്റാളല്ലേ പലതും പഠിച്ചോ സ്വാമിയുടെ അടുത്തുനിന്ന്. അതാണ് അതിൽ ഏറ്റവും വലിയ രസം. വല്ലതും പഠിച്ചോളൂ സ്വാമിയുടെ അടുത്തുനിന്ന്. കേട്ടില്ലേ എന്ന് പോരെ? ശരി, ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥ. ഭഗവാൻ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. നമ്മളുടേതായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ആക്കി തീർക്കുന്നു. ഇവിടെ എത്രയാണ് പറഞ്ഞത്? കർമ്മം ലേപനം ചെയ്യപ്പെടുന്നില്ല. താമര ഇല വെള്ളത്തിൽ നിൽക്കുന്നത് പോലെ പത്മപത്രമിവാംഭസ. ആ താമരയിലെ വെള്ളത്തിലാണ് ഒരു തുള്ളി വെള്ളം അതിന്റെ മുകളിലിട്ടാൽ അത് ഉരുണ്ടു പോവുകയും ചെയ്യുന്നു അല്ലേ? ചിന്തിച്ചു നോക്കൂ. അപ്പൊ അതുകൊണ്ട് എന്താ വേണ്ടത്? നമ്മളിവിടെ നമ്മൾ രാമനല്ല രാമദാസനാണെന്ന് ഉറപ്പിക്കൂ. രാമനല്ല രാമദാസനാണ്. ആരെ സംബന്ധിച്ചാ പറയുന്നത്? കർമ്മ യോഗിയെ സംബന്ധിച്ച് പറയുകയാണ്. ഭൃത്യൈവ ദാസഹൈവ.
രാമകാര്യമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ എന്ത് പ്രയാസം നമുക്ക്. ധർമ്മത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്ത് പ്രയാസമാണ്. എന്നെ നിയോഗിച്ചു. ഭഗവാൻ പറയുന്നുണ്ടല്ലോ, പ്രകൃതി സ്വാം നിയോക്ഷ്യത്തി. അർജുന, ഞാൻ ഈ പറയണത് മനസ്സിലാക്കാതെ നീ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പോവാനാണോ ഉദ്ദേശിക്കുന്നത്? എങ്കിൽ പ്രകൃതി സ്വാം നിയോക്ഷ്യത്തി, നിന്റെ പ്രകൃതി നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കും. നിന്റെ പ്രകൃതി നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് പ്രകൃതിയാണ് ചെയ്യുന്നത്, പുരുഷൻ ചെയ്യുന്നില്ല എന്നും ഗീതയിൽ പറയുന്നു. സാഖ്യദർശനത്തിന്റെ ചുവട് പിടിച്ച് എല്ലാ ദർശനങ്ങളെയും മനുഷ്യന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തൻ്റെ മോക്ഷോപായത്തിന് വേണ്ടി സകല ശാസ്ത്രങ്ങളെയും ചേർത്ത് പിടിച്ച് ഒരു കുറ്റിയിൽ കെട്ടിയിരിക്കുക ഭഗവാൻ. അല്ലേ? ശരി, ഇവിടെ പറയണു ലിപ്യതേ നസപാപേന, ഒട്ടുന്നില്ല പാപത്താൽ. കുറച്ചും കൂടെ നന്നായി ചെയ്യാൻ കഴിഞ്ഞാൽ പുണ്യത്താലും ഒട്ടില്ല. പ്രാഥമികമായി പാപത്താൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ദ്വിതീയമായി നമ്മൾ പുണ്യത്താലും ഒട്ടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബ്രഹ്മണ്യാധായ കർമാണി സംഗം തെക്വാ കരോതി യഃ ലിപ്യതേ ന സ പാപേന പത്മപത്രമിവാംബസ. സംഘം തെക്വ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വാചകമാണ്. എങ്ങനെ ഈ സംഘം ത്യജിക്കുക? ഏതുകൊണ്ടൊക്കെയാ? എങ്ങനെയാ സംഘം ത്യജിക്കുക? ഈ മനോഭാവത്താൽ. മറ്റൊന്നോ ശാസ്ത്ര ശ്രവണം കൊണ്ട്, ശാസ്ത്ര ബുദ്ധി കൊണ്ട്. പിന്നെയോ സത്സംഗം, ഇതൊക്കെ ശാസ്ത്രബുദ്ധി. അപ്പോൾ ആത്മവിചാര മാർഗത്തിൽ യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന, ഈ കിണറിൻ്റെ കുഴി എവിടെയാണെന്നറിയാത്ത എന്നാൽ ഉണ്ട് എന്നുറപ്പുള്ള ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം, യോഗി തൻ്റെ കർമ്മങ്ങളെ സംഘരഹിതമായി ചെയ്യുന്നു. എന്താണ് സംഘം? ഞാൻ ചെയ്യുന്നു എന്നുള്ളതും എനിക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതുമാണ് സംഘത്തിൻ്റെ നമുക്ക് മനസ്സിലാകുന്ന, നമുക്ക് നിർമാർജനം ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ശരി. നോക്കൂ അടുത്ത ശ്ലോകം. അങ്ങനെയുള്ള യോഗി കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിന കർമ്മ കുർവന്തി സംഘം തെക്വാത്മശുദ്ധയേ. എന്താ? കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിന കർമ്മ കുർവന്തി സംഘം തെക്വാത്മശുദ്ധയേ. കായേന മനസാ ബുദ്ധ്യ. കായം ശരീരം, മനസ്സ് മനസ്സ് തന്നെ, ബുദ്ധി ബുദ്ധി തന്നെ. മനസ്സ് ബുദ്ധി എന്ന് പറഞ്ഞാൽ അന്തഃകരണത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട വൃത്തികളാണ് മനോവൃത്തിയും ബുദ്ധിവൃത്തിയും. സങ്കല്പ വികല്പാത്മകമാണ് മനസ്സ്, നിശ്ചയാത്മികയാണ് ബുദ്ധി. അല്ലേ? ക്യാമ്പിന് വരണോ വരണ്ടയോ അല്ലേ നമ്മൾ ആലോചിച്ചു. അപ്പൊ ബുദ്ധിവൃത്തി പ്രകാശിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ എത്തുമോ? ബുദ്ധിവൃത്തി പ്രകാശിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ എത്തില്ല. ശരിയാ? ഇവിടെ എത്താത്തവരുടെ ബുദ്ധിവൃത്തിയും പ്രകാശിച്ചില്ലേ? അതെ അതെ, എന്താ സംശയം? എത്താത്തവരുടെ ബുദ്ധിവൃത്തി പ്രകാശിച്ചിട്ട് അവരെ എത്തുന്നില്ല, വരണ്ട തീരുമാനിച്ചു അല്ലേ? എന്തോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒന്ന് തീരുമാനിച്ചില്ലേ? അപ്പൊ നമ്മൾ എത്തിയവർ ബുദ്ധിമാന്മാരും അല്ലാത്തവർ ബുദ്ധി ഇല്ലാത്തവരാണോ? അങ്ങനെയല്ല. അവരുടെ ബുദ്ധിവൃത്തി പ്രകാശിച്ചു, വേറെ സ്ഥലത്ത് പോവാൻ പോവണ്ട തീരുമാനിച്ചു. നമ്മളുടെ ബുദ്ധിവൃത്തി പ്രകാശിച്ചു, പോവാൻ തീരുമാനിച്ചു. ഏതായാലും ഒന്ന് പ്രകാശിച്ചില്ലേ? അപ്പൊ ബുദ്ധിയും പ്രകാശിച്ചു,
മനസ്സും അവിടെ പ്രകാശിച്ചു. അപ്പൊ മനസ്സിന്റെ പ്രവൃത്തി അവിടെ നടന്നു, ബുദ്ധിയുടെ പ്രവൃത്തി. എന്തായാലും മനസ്സിന്റെ പ്രവൃത്തി മാത്രമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ മനസ്സിന്റെ പ്രവൃത്തിയിൽ നിന്നാണ് അർജുനൻ ബുദ്ധിയുടെ പ്രവൃത്തിയിലേക്ക് മാറിയത്. അല്ലേ? ശരിയല്ലേ? മനസ്സിന്റെ ഏത് വ്യക്തിയുടെയും ജീവിതത്തിൽ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് സെക്കൻഡറിയാണ്, രണ്ടാമതാണ്. നിങ്ങളുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി നമുക്ക് പ്രകാശിതമായോ, യെസ് ഇതിലാണോ അതിലാണോ, എന്തിനായാലും വേണ്ടിയില്ല. ആ നിശ്ചയം ലഭിക്കാത്ത അവസ്ഥയുണ്ടല്ലോ, അതൊരു ഭീകരമായ അവസ്ഥയാണ്. ഭഗവാൻ പറയുന്നു നിശ്ചയം ശൃണുമേ തത്ര. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ആ വിഷയത്തിൽ നിശ്ചയം മനസ്സിലാക്കി. എന്റെ നിശ്ചയം ഇതാണ്. എന്ത് ചെയ്താലും വേണ്ടിയില്ല, നിശ്ചയിച്ചിട്ട് ചെയ്യൂ. എന്ത് അല്ലേ? ശരി, നോക്കൂ. കായേന മനസാ ബുദ്ധ്യ കേവലൈഹി ഇന്ദ്രിയൈഹി അപി. ഇനി ശരീരം കൊണ്ടായിക്കോട്ടെ, മനസ്സുകൊണ്ടായിക്കോട്ടെ, ബുദ്ധി കൊണ്ടായിക്കോട്ടെ, ഇന്ദ്രിയങ്ങളെ കൊണ്ടായിക്കോട്ടെ, കേവലൈഹി ഇന്ദ്രിയൈഹി അപി. കേവലൈഹി കേവലേന കായേന, കേവലേന മനസാ, കേവലയാ ബുദ്ധ്യ. ഇത് കേവലമായ ബുദ്ധി കൊണ്ടായിക്കോട്ടെ, കേവലമായ മനസ്സുകൊണ്ടായിക്കോട്ടെ, കേവലമായ ഇന്ദ്രിയങ്ങളായിക്കോട്ടെ, കേവലമായ ശരീരം കൊണ്ടായിക്കോട്ടെ. അപ്പോ കേവലമായ എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ട് മാത്രം. അവിടെ ആരെ യോജിപ്പിക്കുന്നില്ല? ആത്മസ്വരൂപത്തെ ആവശ്യമില്ലാതെ വലിച്ചഴിച്ച് കൊണ്ടുവന്ന് അതിനെ കൂടുതൽ സങ്കീർണമാക്കുന്നില്ല. എന്ത്? കൂടുതൽ സങ്കീർണമാക്കുന്നില്ല. എന്നിട്ട് പറയുന്നു യോഗിന കർമ്മ കുർവന്തി സംഘം തെക്വാത്മശുദ്ധയെ. യോഗികളുണ്ടല്ലോ അർജുന, അവർ കർമ്മം ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി ചെയ്യുന്നു? ആത്മശുദ്ധയെ. സംഘം തെക്വാ കർമ്മ കുർവന്തി ആത്മശുദ്ധയെ. ക്രമേണ ക്രമേണ ആത്മശുദ്ധി സംഭവിക്കുന്നു. എന്താണ് ആത്മശുദ്ധി? അന്തഃകരണ ശുദ്ധി. ഭഗവാൻ ഭാഷ്യകാരൻ കൃത്യമായി പറയുന്നു, കർമ്മം കൊണ്ട് ഒരിക്കലും തത്വജ്ഞാനം ഉണ്ടാവില്ല. പിന്നെന്തിനാ കർമ്മത്തെ പറ്റുക? ചിത്തസ്യ ശുദ്ധയേ കർമ്മ നതു വസ്തുപലഭ്യത്തെ വസ്തുസിദ്ധിർ വിചാരേണ. വസ്തുസിദ്ധി വിചാരം കൊണ്ട് മാത്രമേ സംഭവിക്കൂ. ഏതാണ് വിചാരം? നേരത്തെ പറഞ്ഞില്ലേ? ഏത്? ഇന്ദ്രിയങ്ങളാണ് ചെയ്യണത്, ശരീരമാണ് ചെയ്യണത്, മനസ്സാണ് ചെയ്യുന്നത്, ബുദ്ധിയാണ് ചെയ്യുന്നത്. അത് തന്നെ ഇവിടെ പറഞ്ഞത് കായേന മനസ്സാ ബുദ്ധിയ കേവല ഇന്ദ്രിയ യോഗിന കർമ്മ കുർവന്തി. അപ്പൊ യോഗി അല്ലാത്തവരോ? ഇന്ദ്രിയങ്ങൾ തന്നെയാണ് ചെയ്യണത്. യോഗിക്ക് ഇന്ദ്രിയങ്ങൾ തന്നെയാണ്, ജ്ഞാനിക്കും ഇന്ദ്രിയങ്ങൾ തന്നെയാണ്, യോഗി അല്ലാത്തവർക്കും ഇന്ദ്രിയങ്ങൾ തന്നെയാണ്. പക്ഷേ അതങ്ങ് നോക്കൂ, ഇതിനറിയല്ല, വാസ്തവത്തിൽ ഇതിനെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. എന്ത്? നമ്മളിപ്പോഴും അറിയാൻ ശ്രമിക്കുക. അറിയാന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയോ? അല്ലല്ലല്ല, നമ്മൾ അതിനെങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, വീണ്ടും 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 വീണ്ടും. ഈ ഒരു സത്യം, ഇത് മൊബൈൽ ഫോണാണ് അല്ലേ? എന്താണ്? മൊബൈൽ ഫോണാണല്ലോ, ആണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഇതിപ്പോ മൊബൈൽ ഫോണാണ്. ഇനിയിപ്പോ ഇതിലെന്താ വേണ്ടു ഇതറിയാൻ? അറിഞ്ഞോ? മനസ്സിലായില്ലേ? ഇനി എന്താ വേണ്ടു? ഇത് മൊബൈൽ ഫോണാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്? അതല്ല, ഇത് മൊബൈൽ ഫോണാണെന്ന് അറിയാൻ വേണ്ടി വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? അങ്ങ് അറിഞ്ഞാ പോലെ. ഇനിയോ സ്വിച്ച് ഓൺ ആയി കൊടുത്തു. ഓ, ഇനിയോ? ഇനി എന്ത് ചെയ്യാനാ? ഇതുപോലെയാണത്. ഇവിടെ പറയണു,
ആ, ഇന്ദ്രിയങ്ങളാണ് പ്രവർത്തിക്കുന്നത്, അങ്ങ് ഉൾക്കൊള്ളൂ അതിനെ അങ്ങ്. ഏ ആ അതിന് നമ്മള് ബുദ്ധിതലത്തിൽ നമ്മളങ്ങ് സ്വീകരിക്കൂ, ആക്സെപ്റ്റ് ചെയ്യൂ ആ സത്യത്തെ. ആ ഇതിനെ സ്വീകരിക്കൂ. ആ സ്വീകരിക്കാൻ നമ്മൾക്ക് തടസ്സമായിട്ടുള്ളത് ഒരേ ഒരു കക്ഷിയാ. ആരാ? മന ഏവ മനുഷ്യാണ കാരണം ബന്ധമോക്ഷയോ. ആ മനസ്സാണ് പ്രശ്നം. മനസ്സുണ്ടാക്കുന്ന ഒരു ഭീകരത നിസാരല്ല. മനസ്സ് ശത്രുവാ. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്, നീ തന്നെയാണ് നിന്റെ ശത്രു, നീ തന്നെയാണ് നിന്റെ മിത്രം. ശരി. യോഗിന കർമ്മ കുറുവന്തി സംഘം തെക്വാത്മശുദ്ധയേ. അപ്പൊ യോഗികളായ ആളുകൾ ഇതെന്തിനാ പറയണമെന്നറിയാമോ? ഇത് ആർക്കും സംഭവിക്കാൻ കഴിയാത്തൊരു കാര്യമല്ല. യോഗികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ മുമ്പ് ജനകനെ കുറിച്ച് എന്താ പറഞ്ഞിരുന്നോ? ആ പറഞ്ഞിട്ടുണ്ടല്ലേ. ആ അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. അപ്പം ജനകാദയ അല്ലെങ്കിൽ കർമ്മയോഗികൾ എന്ന് പറയുന്ന ആളുകൾ ഇവിടെ ഒന്നും ഇല്ലാത്തൊരു സംഗതിയല്ല. ഭഗവാൻ ഗീതയിൽ അർജുനനോട് പറയുന്നത് വേറെ ഒന്നുമല്ല. എന്താണ്? അർജുന, നീ കർമ്മയോഗിയാവൂ. മനസ്സിലായോ? അർജുനൻ കർമ്മയോഗി ആയോ ആയില്ലെന്ന് നമുക്കറിയില്ല. എന്തായാലും കറക്റ്റ്, അതായത് ഗീതയെ നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്താൽ അർജുനനുള്ള ഉപദേശം എന്താണ് ഗീതയില്? നമ്മൾ പറയില്ലേ എന്താണ്? സമം കായ ശിരോ ഗ്രീവം. കേട്ടില്ലേ? 6-ാം അധ്യായത്തിൽ ഇതൊക്കെയാണോ അർജുനന്? അപ്പൊ യോഗി എന്ന് പറയുമ്പോ നേരെ നമ്മൾ അങ്ങടാ പോവാ. ഏത്? 6-ാം അധ്യായത്തിലുള്ള ഓം. അതല്ല, അതുണ്ടെന്നല്ല, ഇല്ലെന്നല്ല പറയണത്. പക്ഷെ അർജുനൻ ഇവിടെ അർജുനനുള്ള ഗീത ഏതാണ്? ആ സ്വധർമ്മ അനുഷ്ഠാനം യോഗബുദ്ധ്യ. അല്ലേ? യോഗയുക്തോ വിശുദ്ധാത്മാ, യോഗയുക്തനായിട്ട് മയി സന്യസ്യ കർമാണി, എന്നിൽ സന്യസിച്ചിട്ട്, എന്നിൽ നിക്ഷേപിച്ചിട്ട്, എന്നിൽ സമർപ്പിച്ചിട്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും സമർപ്പിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി അല്ലേ. നമ്മൾ അപ്പോഴേക്കും ചിന്തിക്കുമ്പോൾ നമ്മൾ ബ്രഹ്മാവട്ടെ ആത്മാവട്ടെ അതൊക്കെ ആയിക്കോളും. ആദ്യം ഇവിടെ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു ഭാഗം, ഈ ഒരു ഇടം ഒരു വിശകലനത്തിന് വിധേയമാക്കൂ. നാം എത്ര പേർക്ക് കർമ്മയോഗാനുഷ്ഠാനം നോക്കൂ. കർമ്മയോഗം എന്ന് പറയുന്നത് സമർപ്പിച്ച് കർമ്മം ചെയ്യലല്ല. കർമ്മയോഗം എന്ന് പറയുന്നത് നിസ്സംഗമായി കർമ്മം ചെയ്യലാണ്. ഇതൊക്കെ ചർച്ച വരട്ടെ. സ്വാമിജി അതിന് കൃത്യമായി ഉത്തരം നൽകും. സമർപ്പിച്ച് കർമ്മം ചെയ്യൽ കർമ്മയോഗത്തിലേക്കുള്ള പടിയാണ്. അപ്പൊ നമ്മൾ കുളറിന്റെ അവിടെ നിന്ന് കുറച്ചുകൂടി ഇപ്പുറത്ത് വന്നു കേട്ടോ. ഇത് കുറച്ചുകൂടെ പിന്നിലായേ, കിണർ കുറച്ചുകൂടി മുമ്പിലായി. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ കുറച്ചുകൂടി പിന്നിലാണ് എന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും ഉപദേശങ്ങളെ ഗ്രഹിക്കണം, സാരഗ്രാഹിയായി തീരണം. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രിയൈരപി യോഗിന കർമ്മ കുറുവന്തി സംഘം തെക്വാ ആത്മശുദ്ധയെ. അപ്പൊ എങ്ങനെയാണ് ഈ ആത്മശുദ്ധി സംഭവിക്കുന്നത്? നമ്മൾക്ക് മുമ്പിൽ വരുന്ന കർമ്മങ്ങൾ വാസ്തവത്തിൽ നമ്മളുടെ പ്രാരബ്ധാണ്. എന്ത്? ഓക്കെ, ഒരു പ്രാരബ്ധാണ് സ്വാമി എന്ന് പറയും. പക്ഷേ
ശാസ്ത്രം ഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കും, നമ്മളുടെ മുമ്പിൽ നമ്മളുടെ പ്രാരബ്ധമല്ലാതെ ഒന്നും വന്നു ചേർന്നിട്ടില്ല എന്ന്. നമ്മളുടെ പ്രാരബ്ധമല്ലാതെ മറ്റൊന്നും വന്നു ചേർന്നിട്ടില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മളല്ലാതെ വേറെ ആരാണ് അത് അനുഭവിക്കേണ്ടത്? പങ്കുവയ്ക്കാൻ പറ്റുമോ അത്? പറ്റുമോ? ഇല്ല. ആ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ദൃഢതയുണ്ടാവണം, അല്ലെങ്കിൽ അത് അനുഭവിക്കുമ്പോൾ നമുക്ക് ദൃഢതയുണ്ടാവണം. ആ ദൃഢതയ്ക്കാണ് ശാസ്ത്രം നമ്മളെ രക്ഷിക്കണം, ഉപാസന രക്ഷിക്കണം, അല്ലേ? എന്താണ് ശാസ്ത്രവും? ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രവും സാധനയും. 3 കാര്യങ്ങളാണ് ഒരു അധ്യാത്മ ജിജ്ഞാസുവെ സംബന്ധിച്ചിടത്തോളം, അഥവാ മുമുക്ഷുവെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ളത്. പിടിക്കാനുള്ള 3 കയറുകൾ ഏതൊക്കെയാണ്? ശാസ്ത്രം, ഗുരു, സാധന. 4മത്തൊരു കയറുണ്ടോ? അറിയില്ല, ഉണ്ടോന്ന്. ഈ 3 കയറും ചേർന്നിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കണം. എന്നിട്ട് ആ കയറിൽ ആ കുഴിയിൽ കൊണ്ടുപോയി ഒറ്റ താഴ്ത്തൽ. ശരി, ഇതാണ് പറയാനുള്ളത്. ഈ വിഷയത്തിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അത് പറഞ്ഞില്ല അല്ലേ? അപ്പൊ നോക്കൂ, കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഘം ത്യജിച്ച് കർമ്മം ചെയ്യലാണ്. ആ കർമ്മയോഗത്തിലേക്കുള്ള സ്റ്റെപ്പാണ് സമർപ്പിച്ച് ചെയ്യൽ. എന്ത് മനസ്സിലായോ? ബ്രഹ്മണ്യാധായ കർമാണി എന്ന് പറഞ്ഞാൽ കർമ്മയോഗമല്ല. ബ്രഹ്മണി ആയിക്കോട്ടെ, ഈശ്വരനിലായിക്കോട്ടെ, ദേവതായാമായിക്കോട്ടെ, പിന്നെയോ ഗുരൗ ആയിക്കോട്ടെ, എല്ലാം കർമ്മയോഗമല്ല, കർമ്മയോഗത്തിലേക്കുള്ള പടിയാണ്. ഈ പടി ഭംഗിയായിട്ട് ചെയ്യൂ, നമ്മൾ സ്ഥൈര്യമുള്ളവരായി മാറും. ഗുരുണാപി വിചാല്യത്തെ ന വിചാല്യത്തെ ഗുരുണാപി. ദുഃഖേന, വലിയ ദുഃഖത്തിൽ നിന്നും പോലും നമ്മൾ അതായത് ചലിക്കപ്പെടില്ല, കമ്പനം ചെയ്യപ്പെടില്ല. ഏത് ദുഃഖവും ഏത് വരുന്നതും ആ രീതിയിൽ കണ്ടുനോക്കൂ. ഇരുട്ടിനെ അഭിമുഖീകരിക്കാതെ ഇരുട്ടിന്റെ പേടി മാറില്ലല്ലോ. സൈക്കിളിന്റെ മുകളിൽ കയറാതെ സൈക്കിൾ ഓടിക്കാൻ പഠിക്കാൻ പറ്റില്ലല്ലോ, പറ്റില്ല. ഇരുട്ടത്ത് സൈക്കിൾ ഓടിക്കുകയാണെങ്കിലോ? ഗുരുവിന്റെ കാര്യം തന്നെയാണല്ലോ പറഞ്ഞത്. ഗുരുവിന്റെ കാര്യം തന്നെയാ പറഞ്ഞത്. ഗുരു, സാധന, ശാസ്ത്രം. നമ്മള് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ പുസ്തകത്തിലുള്ളത് മാത്രം പഠനവും ബാക്കിയൊക്കെ അപഠനവും. ഓരോ നിമിഷവും ഒരു സാധകനെ സംബന്ധിച്ച് പഠനം തന്നെയാണ്. ഏറ്റവും വലിയ സാധന ആത്മനിരീക്ഷണമാണ്. സെൽഫ് അനലൈസിങ് ഈസ് ബിഗ്ഗസ്റ്റ് സാധന. ഏറ്റവും വലിയ സാധനയാണ് ആത്മനിരീക്ഷണം. ഈ ആത്മനിരീക്ഷണം ചെയ്യാൻ പോലും നമുക്ക് സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശാസ്ത്രാനുഗ്രഹം, സാധനാനുഗ്രഹം, ഗുരു അനുഗ്രഹം. ഇത് 3 നമുക്കുണ്ടാവണം. ഇത്രയാണ്. അപ്പൊ പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ, വേറെന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഉപസംഹരിക്കാം. സാധന എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ചർച്ച വരാത്തതും എന്തുകൊണ്ടാണത് അവലംബിക്കുന്നതിൽ ആളുകൾ പിന്നോട്ട് പോകുന്നതും ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൃത്യത കിട്ടാത്തതുകൊണ്ടാണ്. സാധന എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നോക്കൂ, സാധന ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലർ വിചാരിക്കും എന്താണ്? ജപിക്കുക ഒരു സാധനയാണല്ലോ, പ്രാണായാമം ചെയ്യുക ഒരു സാധനയാണല്ലോ, അല്ലേ? പിന്നെന്താ മെഡിറ്റേഷനോ? ഓക്കെ, എന്തെങ്കിലും ഒന്ന്. ഇതൊക്കെയാണോ? ശരി. പ്രാണായാമം ചെയ്താൽ മോക്ഷം ഉണ്ടാകുമോ?
തത്വജ്ഞാനം ഉണ്ടാവുമോ? ജപം ചെയ്തു കഴിഞ്ഞാൽ തത്വജ്ഞാനം ഉണ്ടാവുമോ? അവിടെയാണ് ആദ്യം പറഞ്ഞതിലേക്ക് വരുന്നത്. ഈ വക എല്ലാം കർമ്മങ്ങളാണ്. ഈ കർമ്മങ്ങൾ ജ്ഞാനവുമായി ബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. കർമ്മങ്ങളെല്ലാം ചിത്തശുദ്ധികരങ്ങളാണ്. ഈ കൃത്യത നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് നാം എൻ്റെ സാധന എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കാത്തത്. നമ്മൾ സാധനാ വിഷയത്തിൽ ജനങ്ങളെ നോക്കിയിട്ടോ കാര്യമില്ല. അപ്പൊ ഒരു ഗുരു തനിക്ക് വന്നു ചേരുവോളം ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കും. അതാണ് എന്താ അതാണ് പറയുന്നത്. വാട്ട് ഈസ് സാധന എന്നുള്ളത് കറക്റ്റായിട്ട് വ്യക്തി അപേക്ഷിതമാണ്. അതാരാ പറഞ്ഞു തരിക? ഗുരു. ഐ ആം നോട്ട് ഗുരു. ഞാൻ ഗുരു അല്ല. അപ്പം ഇത് നൗ ഐ ആം എ ടീച്ചർ ഓൺലി. ഒരിക്കലും പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ ഗുരുവിനെ കണ്ടെത്തുവോളം നിങ്ങൾക്ക് കൃത്യമായ സാധന ലഭിക്കില്ല. അതുകൊണ്ട് ഗുരുവെ തേടൂ, ഗുരുവിനെ കണ്ടെത്തൂ. തീർച്ചയായിട്ടും. അയ്യോ, തീർച്ചയായിട്ടും വേണം. എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിനെ സാധനയാക്കൂ. എന്താണോ നാം ചെയ്യുന്നത് അതിനെ, അതല്ലേ ഇപ്പൊ പറഞ്ഞത്. എന്താ കൺഫ്യൂഷൻ ആയോ? അതെ, എങ്ങനെ? അതെ 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 അതാണ് പറയുന്നത്. നമ്മൾ ഈ കിണറിന്റെ തുമ്പത്താണ് എന്ന് നമ്മൾ എപ്പോഴാ മനസ്സിലാക്കുക? ഹരിയോ, നോക്കൂ, നമ്മള് വേദാന്ത സാധന ആത്മാവാരെ ദ്രഷ്ടവ്യ, ആത്മാവാ അരേ ദ്രഷ്ടവ്യ, ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. ഈ വേദാന്ത പ്രമാണമാണ് സാധന. എന്താണ്? ആത്മാ അറിയപ്പെടേണ്ടതാണ്, ദ്രഷ്ടവ്യ സാക്ഷാത്കരിക്കപ്പെടേണ്ടതാണ്, ശ്രോതവ്യ ശ്രവിക്കപ്പെടണം, മന്തവ്യ മനനം ചെയ്യപ്പെടണം, നിധിധ്യാസിതവ്യ നിധിധ്യാസനം ചെയ്യപ്പെടണം. അപ്പൊ എന്താണ് വേദാന്ത സാധന? ശ്രവണം, മനനം, നിധിധ്യാസനം. നമ്മൾ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കുറച്ചും കൂടെ ബഹിരംഗ സാധനകൾ ചെയ്യേണ്ടതുണ്ട്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ആ സാധനയെ എല്ലാവർക്കും ആണോ? നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണെന്നാണോ പറയുക? ഇല്ല. അതുകൊണ്ട് നാം നമ്മളുടെ സാധനയെ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവരെ നമ്മൾ ഗുരു എന്നല്ലേ പറയുന്നത്? അപ്പൊ കൃത്യമായി കറന്റ് സിറ്റുവേഷനിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആരാ പറയുക? ഗുരു. മനസ്സിലായില്ലേ? അതാണ് സ്വാമി ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോ അന്തരംഗ സാധന, ബഹിരംഗ സാധന, സൂക്ഷ്മ സാധന, ഏറ്റവും സൂക്ഷ്മമായ സാധന എന്താണ്? നിധിധ്യാസനമാണ്. എന്താണ്? മനനമാണ്, ശ്രവമാണ്. അപ്പൊ ആ ശ്രവണ മനന നിധ്യാസനങ്ങളിലേക്ക് ഉയരാനും വളരാനും അന്തഃകരണം ശുദ്ധമാകാൻ വേണ്ടി നമ്മൾ അവിടെയാണ് ഇപ്പോൾ അർജുനൻ നിൽക്കുന്നത്. യോഗിന കർമ്മ കുറുവന്തി സംഗം തെക്വാത്മശുദ്ധയേ. ഓക്കെ. ഓം
പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.